Hello viewers, Namaste. Welcome back to my new video. ഇന്ന് 23rd June. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പെർഫോമൻസ് നിഫ്റ്റിയുടെയാണ്. അപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 2 സിഗ്നൽസ് ആണ് വന്നിരിക്കുന്നത്. രാവിലെ നല്ലൊരു ഡൗൺഫോൾ ഉണ്ടായിരുന്നു. പുട്ട് ഓപ്ഷൻ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് ശേഷം ഒരു 11:30ക്ക് ശേഷം മാർക്കറ്റ് ബൈലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഒന്ന് സൈഡ് വേസ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സോഫ്റ്റിനകത്ത് ഓപ്ഷൻ്റെ സെപ്പറേറ്റ് നിഫ്റ്റിയും നമുക്ക് അതിൻ്റെ ഓപ്ഷൻ്റെ സെപ്പറേറ്റ് ചാർട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ഉപയോഗിച്ചുള്ള ഈ ഒരു ട്രേഡ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്, അതായത് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള കോൺടാക്ട് ചെയ്യുക. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പം ഇതിൽ ഞാൻ കാണിക്കുന്നത് നിഫ്റ്റിയുടെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഏറ്റവും മുകളിൽ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. അപ്പോൾ നിങ്ങൾ ഏത് ചാർട്ട് എടുത്താലും മാർക്കറ്റ് റേറ്റ് മുകളിൽ ഡിസ്പ്ലേ വരും. ഈ ഗ്രീൻ കളറിൽ വരുന്ന നമുക്ക് ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ തരുന്ന, റെഡ് വരുന്ന സെല്ലിൻ ഇൻഡിക്കേഷൻ, അതായത് സിഗ്നൽ വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കാണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, ഈ അലേർട്ട് മെസ്സേജ് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എൻട്രി പോയിന്റ് കാണിച്ചു തരും. സെയിം ഡീറ്റെയിൽസ് ഏറ്റവും മേളത്തെ ഡാഷ്ബോർഡിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന ബൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബൈ വന്നിരിക്കുന്ന 24,944, അതായത് ബൈ അറ്റ് 24,944. ബൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ തന്നു. അതുപോലെ അവിടെ റേറ്റ് എഴുതി കാണിച്ചിട്ടുണ്ട്, അത് നിഫ്റ്റിയുടെ ബൈ റേറ്റ് ആണ്. അപ്പോൾ ആ ലെവൽ അനുസരിച്ചാണ് നമ്മൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് ഇൻ ദ മണിയോ അറ്റ് ദ മണിയോ ഔട്ട് ഓഫ് ദ മണിയോ ഏത് വേണമെങ്കിലും എടുക്കാം. അത് നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഈ ഒരു ബൈ സിഗ്നൽ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഓപ്ഷൻ ചാർട്ടിലോട്ട് പോകണം. നമ്മൾ ഡയറക്റ്റ് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ഓപ്ഷൻ ബൈങ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഏത് കോൾ ഓപ്ഷൻ എടുക്കാം. അപ്പോൾ കോൾ ഓപ്ഷൻ്റെ ചാർട്ടിൽ നമുക്കിത് സെപ്പറേറ്റ് നമുക്ക് കോൾ ഓപ്ഷൻ ചാർട്ട് അവൈലബിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം കാണിച്ചു തരാം. 24,800 ആണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അവിടെ നോക്കിയാൽ നമുക്ക് അവിടെ ഓൾറെഡി ഒരു ബൈ സിഗ്നൽ വന്നു. പിന്നെ നമ്മളിവിടെ നോക്കേണ്ടത് ഇത് കൺഫർമേഷൻ ഉണ്ടോ എന്ന് നോക്കുക. കൺഫർമേഷൻ സിമ്പിളാണ്. ആരോ വന്നിട്ടുണ്ട്, ഗ്രീൻ കളറിൽ അപ്പ് ആരോ ആണ് നമുക്ക് ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ. അതൊക്കെ ശേഷം ഇവിടെ പ്രൈസ് ബൈ സോൺ വന്നോ എന്ന് നോക്കുക. അതാണ് ഫസ്റ്റ് കൺഫർമേഷൻ. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴത്തെ ഈ ഒരു ബൈസൈക്കിൾ കിട്ടുന്ന തൊട്ട് താഴത്തെ ബാറിലെ അത് നമ്മുടെ കൺഫർമേഷൻ ബാർസ് ആണ്. അത് ഗ്രീൻ ആയെന്ന് നോക്കുക. ഇൻ കേസ് അത് ഗ്രീൻ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ കഴിഞ്ഞിട്ട് എൻട്രി എടുത്താൽ മതി. പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ സൈഡ് വേസ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ കൺഫർമേഷൻ തരാഞ്ഞത്. കാരണം സൈഡ് വേസിൽ റിവേഴ്സിൻ്റെ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ കൊണ്ട് ഈ ബൈസൈക്കിൾ വന്നിരിക്കുന്ന റെസിസ്റ്റിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. റെഡ് സ്റ്റാർ ആണ് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ. അപ്പോൾ ഒരു 80-90% അത് കയറാൻ അവിടെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം കേസുകൾ വേണമെങ്കിൽ സൈഡ് വേസ് ആണെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ ബാർ ഇല്ലെങ്കിലും ഡയറക്റ്റ് എൻട്രി എടുക്കാവുന്നതാണ്. പിന്നെ ഒട്ടും റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു കൺഫർമേഷൻ സൈഡ് വേസ് മാറി കറക്റ്റ് റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ വെച്ച് രണ്ടാമത് റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്ത് ആ ലെവൽ വെച്ച് നിങ്ങൾക്ക് രണ്ടാമത് എടുക്കാവുന്നതാണ്. അവിടെയെന്ന് വെച്ചാൽ പ്രൈസ് അധികം മൂവ്മെൻറ്റ് വന്നിട്ടില്ല. 250 അറൗണ്ടാണ് നമുക്ക് സിഗ്നൽ വന്ന ശേഷം അധികം മാർക്കറ്റ് കയറിയിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ 250 അറൗണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു കയറ്റം കയറിയിട്ടാണ് 334 വരെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈസിയാണ്. നമ്മൾ ആദ്യം നിഫ്റ്റിയുടെ മെയിൻ ചാർട്ട് നോക്കുക. അതനുസരിച്ച് നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് എടുക്കേണ്ടതെന്നുള്ളത്. കോളാണോ പുട്ടാണോ സ്ട്രൈക്ക് സെലക്ഷൻ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ബാക്കി ആ സ്ട്രൈക്കിൻ്റെ ചാർട്ട് നോക്കുക. അവിടെ ഈ 2 കൺഫർമേഷൻ അവിടെയാണ് നമ്മളെല്ലാം ചെക്ക് ചെയ്യേണ്ടത്. അവിടെ ഇതുപോലെ ഒരു കൺഫേം എൻട്രി ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് എടുക്കാം. അതുപോലെ എൻട്രി പോയിന്റ് ഏറ്റവും മേളിൽ കാണിച്ചത് നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തെങ്കിൽ 230-55 എൻട്രി കാണിച്ചത്. 253, 272, 290 ഇങ്ങനെ 3 ടാർഗറ്റ് ഉണ്ട്. ഈ ടാർഗറ്റ് വരുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുക. അതിന് ശേഷം ഒരു വൺ സൈഡ് മാർക്കറ്റ് ആണെങ്കിൽ റീ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷനും സോഫ്റ്റ് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് പഠിക്കാനും താല്പര്യമുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, ലൈവായിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.